Hello everyone. Welcome to our channel Spicy and Pastry. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വൺ പോട്ട് ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റാണ്. ചോറിനും കൂട്ടാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 10 കുഞ്ഞുള്ളിയും 3 സവാളയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ലോയിലിട്ടിട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പൊടികളുടെ ഒന്ന് പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ 2 ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂടി വെച്ചിട്ട് സോഫ്റ്റ് ആവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ തവിയും കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കിലോ ക്ലീൻ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് പൊട്ടറ്റോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റോളം വെള്ളം ഒന്നും ചേർക്കാണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളം വരുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ചിക്കൻ വേവുന്നതിന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും അവസാനം 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുകയോ വറ്റിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1 പോട്ട് ചിക്കൻ കറി റെഡിയാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് ചോറിന് വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.